കൺവെൻഷനിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടം എന്ത് എന്ന് വിവേചിച്ചറിയാനും ആ ദൈവേഷ്ടത്തിനനുസൃതമായിട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ അവബോധമുള്ളവാക്കാൻ സഹായിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പാപിനിയായ സ്ത്രീയോട് യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടുകൂടെ പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം എപ്രകാരം വർത്തിക്കണമെന്ന് യേശു പ്രസ്തുത സന്ദർഭത്തിൽ വളരെ വ്യക്തമാക്കി തരികയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് യേശുവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഫരിസേയരും ജനപ്രമാണികളും അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട്, വിധിക്കാനായിട്ട്, വധിക്കാനായിട്ട് തയ്യാറാവുമ്പോൾ യേശു സുവ്യക്തമായിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ആരും തന്നെ കല്ലുകൾ ഉയർത്താൻ ധൈര്യപ്പെട്ടില്ല. എല്ലാവരുടെയും കൈകളിലുള്ള കല്ലുകൾ താഴേക്ക് വീഴുകയാണ്. ഓരോരുത്തരായിട്ട് സ്ഥലം വിടുകയാണ്. യേശു പറഞ്ഞു, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടുകൂടെ പോയിക്കൊള്ളുക, മേലില് പാപം ചെയ്യരുത്. ഇപ്രകാരം ഒരു പറുദീസ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും ഒരു നവീകരണത്തിനുള്ള നിമിത്തമായിട്ട് മാറണം. എന്നെ ശക്തനാക്കുന്നവരിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ എനിക്ക് കഴിയുമെന്നുള്ള ആപ്തവാക്യമാണ് നാം എടുത്തിരിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞാൽ ആ ഹിതത്തിനനുസൃതമായിട്ട് വ്യാപരിക്കാൻ തയ്യാറാകണമെന്നർത്ഥം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചെയ്തികളും വാക്കുകളും ലോകം മുഴുവനും ഇന്ന് വളരെ ഹൃദ്യമായിട്ട് കാതോർക്കുന്ന അവസരമാണ്. പാപ്പ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുതിയ കർദിനാളന്മാരെ വാഴിച്ചുകൊണ്ട് അവരോട് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ സംസാരിക്കേണ്ട ഭാഷ അത് സുവിശേഷത്തിൻ്റെ ഭാഷയായിരിക്കണം. സഭയിലെ അംഗങ്ങളുടെയും സഭയിലെ അധികാരികളുടെയും ഭാഷ സുവിശേഷത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ ഭാഷയായിരിക്കണം. അതേ എന്ന് പറയേണ്ടിടത്ത് അതേ എന്ന് പറയാനുള്ള ആത്മാർത്ഥതയുണ്ടാകണം. അല്ല എന്ന് പറയേണ്ടിടത്ത് അല്ല എന്ന് പറയാനുള്ള വിശാലമായിട്ടുള്ള മനോഭാവം ഉണ്ടാകണം. സുവിശേഷത്തിലെ തിരുവചനങ്ങളും യേശുവിൻ്റെ മാതൃകയുമായിരിക്കണം നമ്മുടെ ജീവിത ശൈലി. പാപ്പ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ വഴികൾ വിശുദ്ധി നിറഞ്ഞതായിരിക്കണം. കാപട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വഴികൾ നാം വിട്ടെറിയണം. നാം ആരോടും ശത്രുതാ മനോഭാവം പുലർത്താൻ പാടില്ല. എല്ലാവരെയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അനുകമ്പയോടുകൂടെ പെരുമാറാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഏതൊരു കാര്യത്തെയും വിലയിരുത്തുമ്പോൾ നാനാമുഖമായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ട് എന്നുള്ള അവബോധം നമുക്കുണ്ടാകണം. ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും അതിൻ്റെ ഒരു വശം മാത്രം നോക്കി
അതിനെക്കുറിച്ച് തീരുമാനമെടുക്കരുത്. അത് ആത്മീയ അന്ധതയുടെ അടയാളമായിട്ട് തീരും. നമ്മുടെ വിശ്വാസ്യതയെ അത് തകർക്കുമെന്നുള്ള സംശയമില്ല. ദൈവേഷ്ടം നിറവേറ്റുമ്പോൾ, സുവിശേഷത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോൾ നമ്മെ വെറുക്കുന്നവരെ നാം സ്നേഹിക്കാൻ തയ്യാറാകണം. നമ്മെക്കുറിച്ച് തിന്മ പറയുന്നവരെ നാം അനുഗ്രഹിക്കാനായിട്ട് തയ്യാറാകണം. അർഹരല്ലാത്തവർക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്നൊരു പുഞ്ചിരി നൽകാൻ സന്മനസ്സുണ്ടാകണം. നമ്മെക്കുറിച്ച് തന്നെ ഖണ്ഡിതമായിട്ട് സംസാരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും അഹന്തതയുടെയും ഭാഷ ഉപേക്ഷിക്കണം. ചിലപ്പോഴൊക്കെ നമ്മെ ചെറുതാക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. അതൊക്കെ വിസ്മരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഒരിക്കലും നിഷ്ക്രിയമായിട്ട് പ്രവർത്തിക്കാനായിട്ടിടയാകരുത്. സുവിശേഷത്തിന്റെ സന്തോഷം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുക. സുവിശേഷത്തിന്റെ ഭാഷ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവർക്ക് സുവിശേഷത്തിന്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള സുവിശേഷത്തിന്റെ ഭാഷ എങ്ങനെ സംസാരിക്കാൻ നമുക്ക് കഴിയും? പാപിനിയായ സ്ത്രീയോട് ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, സമാധാനത്തോടുകൂടെ പൊയ്ക്കൊള്ളുക എന്ന് പറയുന്ന ശൈലി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും? അതാണ് ഈ ആപ്തവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. ഞാൻ ആരെ കൂട്ടുപിടിക്കണം? എന്നെ ശക്തനാക്കുന്ന കർത്താവിനെ കൂട്ടുപിടിക്കാൻ ഞാൻ തയ്യാറാകണം. സ്നേഹമുള്ളവരെ, ഈ പറുദീസ കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്, മനോഭാവങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ സഹായകരമാകണം. കാഴ്ചപ്പാടുകളിൽ ഒരു പരിവർത്തനം നടത്തുവാൻ നമുക്ക് കഴിയണം. ഭൗതികതയുടെ ചിന്താഗതികൾ വിട്ട് ആത്മീയതയുടെ ചിന്താഗതികളിലേക്ക് കടന്നു വരാൻ നമ്മെ സഹായിക്കുകയും ചെയ്യണം. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കൺവെൻഷൻ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശലോം ടീമിൻ്റെ ഈ ശുശ്രൂഷകൾ ഏറെ മനോഹരമായിരുന്നു. അത്യപൂർവമായ ഒരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്തു. ഇത് കാണുന്ന നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകട്ടെ. ഞങ്ങൾക്കുണ്ടായ, ഈ മാള മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടായ അതേ അനുഭവവും അനുഭൂതിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് തന്നെ അറിയുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നോ തൈസെൽഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നീ ആരാണ് എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിൽ നമ്മൾ ആരാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണും. നിങ്ങളെ പ്രത്യേകമായി ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ഇവിടെ ഈ മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇവിടെ ഇരിക്കുന്നവരിൽ 3 തരത്തിലുള്ള വ്യക്തികൾ ഉണ്ട് എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 3 തരത്തിലുള്ള വ്യക്തികളാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കണ്ടുപിടിക്കുകയും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്ന ആദ്യത്തെ തരത്തിലുള്ള വ്യക്തി കാണാതായ ആടാണ്.
3 തരത്തിൽ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളെ കുറിച്ചാണ് അവിടെ യേശു പറയുന്നത്. 1 കാണാതായ ആട്, 2 കാണാതായ നാണയം, 3 കാണാതായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മകൻ. ഇതിൽ ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്നതാണ് കാണാതായ ആട്. ആട് നിങ്ങൾക്കറിയാം, ഇടയൻ്റെ പിന്നാലെ പോകുവാൻ തീരുമാനിച്ച ഒരു മൃഗമാണ് ആട്. ഇടയൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് യേശുവാണ്. ഇടയൻ യേശുവാണ് എങ്കിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരുടെ ഒരു പ്രതീകമാണ് ഈ കാണാതായ ആടിൻ്റെ ഉപമയിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വൈദികരായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം, യേശുവിനെ പ്രത്യേകമായിട്ട് കഴിഞ്ഞ നാളുകളിൽ ധ്യാനങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞ നിങ്ങൾ ഓരോരുത്തരുമായിരിക്കാം. ഈ ഉപമയെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് ധ്യാനിക്കുവാൻ പോവുകയാണ്. ഇടയൻ്റെ പിന്നാലെ ഒരു ആട് പോകുവാൻ തീരുമാനിക്കുമ്പോൾ ഈ ഇടയൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ ആടുകളെ മുഴുവനും സമൃദ്ധമായ പുല്ല് വളരുന്ന ഒരു പുൽത്തകിടിയിലേക്ക് നയിക്കും. ഇഷ്ടം പോലെ പുല്ലുണ്ട്. ഈ ആടിങ്ങനെ പുല്ല് തിന്ന് അതങ്ങ് പോകുമ്പോൾ അതിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇടയൻ അങ്ങോട്ടാണ് നയിക്കുന്നതെന്ന്. അത് അതിൻ്റെ വഴിക്ക് പോവുകയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ജീവിതം സമർപ്പിച്ച ഒരു സിസ്റ്റർ, ഒരു പക്ഷേ ആ സിസ്റ്റർ ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ ആ സിസ്റ്ററിന് കർത്താവ് കൊടുക്കുകയാണ്, അയച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ ജോലിയുടെ തിരക്കിനിടയിൽ സിസ്റ്ററിൻ്റെ വിളിയുടെ ആ അർത്ഥം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ആ തിരക്കിനിടയ്ക്ക് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല, വേണ്ട രീതിയിൽ വചനം വായിക്കുവാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കുറേ നാളുകൾ കഴിയുമ്പോഴുണ്ടാകാം. ഇത് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. ആത്മായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ജീവിതത്തിൽ ഇതുണ്ടാകാം. ധ്യാനം കൂടി, കൺവെൻഷൻ കൂടി, യേശുവിനെ രക്ഷകനും നാഥനുമായി തിരിച്ചറിഞ്ഞ വ്യക്തികൾ, യേശു അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയാണ്. ഉദാഹരണമായിട്ട്, സാമ്പത്തികമായിട്ട് തകർന്നൊരു വ്യക്തി, അയാൾ ധ്യാനം കൂടുന്നു, അയാളുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു, യേശുവിനെ അയാൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നു. യേശു അയാൾക്ക് വീണ്ടും ബിസിനസ് ആരംഭിക്കുവാനുള്ള കൃപ നൽകുന്നു. അയാൾ നന്നായിട്ട് ആ ബിസിനസ് കൊണ്ടുപോകുന്നു. എന്ത് സംഭവിക്കുന്നു? കുറേ നാളുകൾ കഴിയുമ്പോൾ അയാളുടെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറി ഈ ബിസിനസ്സിലേക്ക് തിരിയുവാനുള്ള വലിയൊരു അപകട സാധ്യതയുണ്ട്. പണ്ടത്തേതുപോലെ പ്രാർത്ഥിക്കുവാൻ സമയമില്ല, പണ്ടത്തേതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുവാൻ സമയമില്ല, പണ്ടത്തേതുപോലെ വചനം വായിക്കുവാൻ സമയമില്ല. ഈ തിരക്കിനിടയിൽ അയാളെ അനുഗ്രഹിച്ച യേശുവിനെ മറക്കുവാനുള്ള ഒരു അപകട സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആദ്യത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലിരിക്കുന്ന ഭൂരിഭാഗം പേരും. നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ തിരിഞ്ഞു നോക്കണം. യേശുവിനെ നമ്മൾ ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോൾ യേശുവിനോട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ സ്നേഹം, ആദ്യ സ്നേഹം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഈ ആട് 99 ആടുകളും ഇടയൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്. പക്ഷേ ഒരു ആട് ഈ പുല്ലിൻ്റെ സമൃദ്ധി കണ്ട് പുല്ലിലേക്ക് തിരിഞ്ഞ് അത് വഴിതെറ്റിപ്പോയി അതൊരു മുൾപടർപ്പിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ഇവിടെ ഈ ആടിന് രക്ഷപ്പെടണമെങ്കിൽ അതിന് ഒരേയൊരു വഴി മാത്രമേ ഉള്ളൂ. ഇടയൻ അവിടെയുണ്ട്. ഈ പുൽമേടിൻ്റെ ഏതോ അറ്റത്ത് ഇടയനുണ്ട്. ഇടയനെ കാണുന്നില്ല. പക്ഷേ ഇടയനെ നോക്കി എൻ്റെ ഇടയാ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് ഒരൊറ്റ നിലവിളിച്ചാൽ മതി. ഇടയൻ എന്ത് ചെയ്യും?
99 നല്ല ആടുകളെയും അനുസരണമുള്ള ആടുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ അനുസരണമില്ലാത്ത ആടിനെ തേടി വരും. അതാണ് ഇടയൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, നിന്റെ പാപത്തിൻ്റെ അവസ്ഥയിൽ, നിന്റെ അനുസരണക്കേടിൻ്റെ അവസ്ഥയിൽ, നിന്റെ അവിശ്വസ്തതയുടെ നിമിഷങ്ങളിലേക്ക് നീ ദൈവത്തെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരയുമ്പോൾ മാത്രമേ, കരയുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം അവിടെ പറയുന്ന ഇപ്രകാരമാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ ആരാണ്? നഷ്ടപ്പെട്ടു പോയ ഒരാടിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. എങ്ങനെ പ്രവഹിക്കും? അവിരാമം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിരാമമില്ലാതെ, തടസ്സമില്ലാതെ, ഇടതടവില്ലാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പ്രവഹിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഈ കണ്ണുനീര് നിൽക്കുന്നത്? അവിടെ അടുത്ത വചനം പറയുകയാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നത് വരെ. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ 5 ദിവസങ്ങളുണ്ട്. നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, അവിടുന്ന് എന്നെ നോക്കാതെ, അങ്ങയുടെ ഒരു ദർശനം എനിക്ക് ലഭിക്കാതെ ഞാൻ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് പോവുകയില്ല എന്ന് വാശിയോടെ അപ്പൻ്റെ മുമ്പിൽ വാശി പിടിച്ച് കരയുന്ന ഒരു മകനെ പോലെ, മകളെ പോലെ നിങ്ങൾ കരയണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു തിയറിയാണ് എങ്കിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ ദർശനം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. പാപം ചെയ്തിട്ടും, ദൈവത്തിൽ നിന്ന് അകന്നിട്ടും, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടും, തൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ മനോഹരമായ ഹൃദയഹാരിയായ ഒരു ചിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ്. ഈ നഷ്ടപ്പെട്ട ആടിൻ്റെ പേര് ഹാഗാർ എന്നാണ്. ഹാഗാർ. ഹാഗാറിനുണ്ടായ ദൈവ അനുഭവത്തെക്കുറിച്ചാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നത്. ആരാണ് ഹാഗാർ എന്ന് നിങ്ങൾക്കറിയാം. അബ്രാഹത്തിൻ്റെയും സാറായിയുടെയും വേലക്കാരിയായിരുന്നു ഹാഗാർ. ദൈവം അവളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു, പച്ചപ്പുല്ല് സമൃദ്ധമായിട്ട് നൽകി എന്ന് പറഞ്ഞാൽ യജമാനത്തിക്ക് പോലും കൊടുക്കാത്ത പ്രത്യേകമായ ഒരു അനുഗ്രഹം വേലക്കാരിക്ക് ദൈവം നൽകി. എന്താണ് ആ അനുഗ്രഹം? ഗർഭധാരണ ശേഷി വേലക്കാരിക്ക് നൽകി. യജമാനത്തിക്ക് നൽകാത്ത അനുഗ്രഹം വേലക്കാരിക്ക് കിട്ടിയപ്പോൾ അവളുടെ മനോഭാവം ശരിക്ക് എന്തായിരിക്കേണ്ടതാണ്? ദൈവമേ, ഞാനിതിന് യോഗ്യതയില്ലാത്തവളാണ്, എന്നെ കൂടുതൽ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് എളിമയോടെ അനുഗ്രഹം സ്വീകരിച്ചപ്പോൾ അവൾ പറയേണ്ടതായിരുന്നു. പക്ഷേ 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യപ്രകാരം പറയുകയാണ്, താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം, ദൈവത്തിന് നന്ദി പറയുന്നതിന് പകരം അവൾ ചെയ്തൊരു കാര്യം, യജമാനത്തിയെ അവൾ നിന്ദയോടെ വീക്ഷിച്ചു. യജമാനത്തിയെ അവൾ കളിയാക്കാൻ തുടങ്ങി. സാറായെ നോക്കി അവൾ എല്ലാ ദിവസവും ഇങ്ങനെ പരിഹസിച്ച് പറയാൻ തുടങ്ങി, എന്തിനാ മച്ചിത്തള്ള, ഇങ്ങനെ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളില്ലാതെ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ദൈവത്തിൻ്റെ ശാപം പേറി നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? പോയി ചാകുവാൻ പാടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പരിഹാസ വാക്കുകൾ, കുത്തുവാക്കുകൾ പറഞ്ഞ് അവളെല്ലാ ദിവസവും അവളുടെ യജമാനത്തിയെ വേദനിപ്പിക്കുവാൻ തുടങ്ങി. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പാപത്തിൻ്റെ വഴിയിലൂടെ അവൾ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട്, അവളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ആ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടായി. യജമാനത്തിക്ക് വേലക്കാരിയോട് വെറുപ്പുണ്ടായി, അവർ തമ്മിൽ കലഹമുണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു? ഈ വേലക്കാരിയെ വീട്ടിൽ നിന്ന്
ഇറക്കി വിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹാഗാറിൻ്റെ അവസ്ഥ നിങ്ങൾ ഓർക്കണം. അവള് പൂർണ്ണ ഗർഭിണിയാണ്. നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ള കാലഘട്ടം ഈ ഗർഭധാരണ കാലഘട്ടമാണ്. അങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹവും സംരക്ഷണവും ഏറ്റവും ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ അവൾക്ക് ആരുമില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന യജമാനൻ്റെ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കുകയാണ്. അവളിങ്ങനെ നടക്കുകയാണ്, മരുഭൂമിയിലൂടെ അവൾ നടക്കുകയാണ്. അവൾക്കറിയാം, ഈ മരുഭൂമിയിൽ എന്നെ സംരക്ഷിക്കുവാനായിട്ട് ആരുമില്ല. ഈ മരുഭൂമിയിൽ എനിക്ക് കുടിക്കുവാനായിട്ട് വെള്ളമില്ല. ഞാൻ ഈ മരുഭൂമിയിൽ ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ കുഞ്ഞും മരിച്ചു വീഴുമല്ലോ എന്നോർത്തപ്പോൾ അവളുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, അവർ കരങ്ങൾ ഉയർത്തി, എൻ്റെ പിതാവേ എന്നെ രക്ഷിക്കണമേ എന്ന ഒരു നിലവിളി അവൾ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെതിരായി തെറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഹാഗാർ. പക്ഷേ അവളത് തിരിച്ചറിഞ്ഞ് അവളുടെ തെറ്റ് മനസ്സിലാക്കി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ കാണുന്നത് 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടലാണ് കാണുന്നത്. കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉടനെ കൽപ്പന കൊടുത്തു. അവളുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ കാതുകളിലെത്തിയപ്പോൾ ദൈവം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാലാഖയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ എന്നെ നോക്കി എൻ്റെ മകള് മരുഭൂമിയിൽ ഇതാ നിലവിളിക്കുന്നു, നീ ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുക, അവളെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അയച്ച മാലാഖ, ആ മാലാഖ ഈ ഹാഗാറിനെ കണ്ടെത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എത്രമാത്രം വലിയ തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ദൈവം നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ഇന്നും തയ്യാറാണ് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന മരുഭൂമിയിൽ ഹാഗാറുണ്ട്. ഹാഗാറിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് നിൽക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ചോദ്യം ഇതാണ്: സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? അതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് തോന്നി ഇതൊരു മണ്ടൻ ചോദ്യമാണെന്ന്. കാരണം ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അതിനകത്തുണ്ട്. അവള് സാറായുടെ ദാസിയാണെന്ന് പറയുന്നുണ്ട്. സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ദൈവദൂതനറിയാം അവൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന്. ദൈവത്തിൻ്റെ ദൂതന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും അവളോട് ഈ ചോദ്യം ചോദിക്കുവാനുള്ള കാരണം എന്താണ്? അവൾക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, നോ തൈസെൽഫ്. നീ ആരാണ് എന്ന്, നിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലാകാതെ ഒരിക്കലും നിനക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ ചോദ്യം, നീ എങ്ങോട്ട് പോകുന്നു? എന്താ നിന്റെ ലക്ഷ്യം? ഈ 2 ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അവളുടെ ഹൃദയത്തിലേക്ക് ഒരു വാള് പോലെ കടന്നു വന്ന് അവൾക്ക് ആഴമായിട്ടുള്ള പശ്ചാത്താപം ഉണ്ടാവുകയാണ്. അവൾ ചെയ്ത തെറ്റിനെ കുറിച്ച് അവൾ അനുതപിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു. എൻ്റെ യജമാനത്തിയെ ഞാൻ പരിഹസിച്ചു, എൻ്റെ യജമാനത്തിയെ ഞാൻ ധിക്കരിച്ചു. ദൈവം എന്നെ ആക്കിയിരുന്ന ആ ഭവനത്തിൽ നിന്ന് ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട്
ഞാൻ ഓടിപ്പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ വഴി തെറ്റാണ് എന്ന് നിനക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് മുമ്പ് അതിനൊരുക്കമായി നീ ഒരു കാര്യം ചെയ്യണം. നീ തിരിച്ചു പോകണം. നീ തിരിച്ചു പോയി യജമാനത്തേക്ക് കീഴ്പ്പെട്ടിരിക്കണം. നിനക്ക് തെറ്റിയ വഴി ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ തെറ്റായ വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാൻ നീ തയ്യാറാകുമ്പോൾ ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ സജീവവും ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതരം കൊണ്ട് മാത്രം ആരാധിച്ചാൽ മതിയോ? ശരീരം കൊണ്ട് ആരാധിക്കണം. നമുക്ക് നൽകിയ കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് കർത്താവിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച് നമ്മൾ ആരാധിക്കണം. നമ്മുടെ കാലുകൾക്ക് ബലമുണ്ട്. ഈ കാലുകൾ ഉപയോഗിച്ച് കർത്താവിനെ തുള്ളിച്ചാടി ആരാധിക്കണം. അപ്പം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ സംപ്രീതനായി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ആലയത്തിലേക്ക് ഇറങ്ങും. വലതേരോടുത്ത് പറയാം, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് നിങ്ങൾ റെഡിയാണോ? എങ്കിൽ നമ്മുടെ കരങ്ങൾ ശക്തമായിട്ട് അടിക്കുക. നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് മാലപ്പടക്കം പൊട്ടുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ ശക്തമായിട്ടൊന്ന് കരങ്ങൾ അടിച്ച് ശക്തമായിട്ട് എല്ലാവരും പോരാ ശക്തിയോടെ ശക്തമായി എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ യേശുവിനെ മാത്രം കൺമുമ്പിൽ കാണുക. ഇവിടെ നടക്കുന്ന ഒന്നിനെ കുറിച്ച് നിങ്ങൾ വലിപ്പരണ്ട. യേശുവിനെ കാണുക. അടച്ച കണ്ണുകൾ ക്രിസ്തുവിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുഖം കൺമുമ്പിൽ കണ്ട് കണ്ണുകൾ അടച്ച് ശക്തിയോടെ കരങ്ങൾ അടിക്കുക. ആമേൻ. ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. വളരെ നല്ല അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടായി. കർത്താവിൻ്റെ മുഖത്തോട് മുഖം കണ്ട ധ്യാനം, സ്നേഹം അനുഭവിച്ചറിഞ്ഞ ധ്യാനം, എനിക്ക് നല്ല സന്തോഷമാണ്.